കൊല്ലം തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് ശക്തമായ അടിവേരുള്ള ജില്ല തന്നെയാണ്. പരമ്പരാഗത തൊഴിലാളികളാണ് ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിന് കരുത്തേകുന്നത്. 3 പതിറ്റാണ്ടിന് ശേഷം വിരുന്നെത്തിയ സംസ്ഥാന സമ്മേളനത്തെ നെഞ്ചോട് അടക്കി പിടിക്കുകയാണ് കൊല്ലം ജനത. നാടും നഗരവും ഉത്സവ ലഹരിയിലാണ്. ഇത് 3-ാം തവണയാണ് കൊല്ലം നഗരം CPIM സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. 1971-ലും 95-ലുമാണ് ഇതിനു മുമ്പ് കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനം നടന്നത്. 95-ലെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ ഭരണത്തിലെത്തിയ 6 സർക്കാരുകളിൽ 4 എണ്ണവും ഇടതുപക്ഷത്തിന്റേത് തന്നെയാണ്. അന്നത്തെ കൊല്ലം സമ്മേളനം പാർട്ടിക്കേകിയ കരുത്താണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഗത പ്രസംഗികനായ സംഘാടക സമിതി ചെയർമാനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അടിത്തറ ശക്തമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അന്നത്തെ കൊല്ലം ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിലെത്തിയ EK നയനാർ സർക്കാർ ശ്രദ്ധേയമായ ചില നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതിയാണ്. നാടിന്റെ വികസനത്തിൽ നാട്ടുകാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് പദ്ധതി നടപ്പാക്കിയത്. വികസനം താഴെ തട്ട് വരെ എത്താൻ ഇത് സഹായകരമായി. കൊല്ലം സമ്മേളനത്തിന് ശേഷം ഇതുവരെ 6 സർക്കാരുകളാണ് കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 എണ്ണവും ഇടതുപക്ഷത്തിന്റേത് തന്നെയാണ്. 96-ലെ EK നയനാർ സർക്കാർ, 2006-ലെ VS സർക്കാർ, 2016-ലെ 21-ലെ പിണറായി സർക്കാരുകൾ. ഈ സർക്കാരുകൾ കൈക്കൊണ്ട ശ്രദ്ധേയമായ തീരുമാനങ്ങൾ നമ്മുടെ നാടിന്റെ മുഖച്ഛായ ആകെ മാറ്റിമറിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ നവകേരളം സൃഷ്ടിക്കുന്നതിനായി പുതുവഴികൾ മുന്നോട്ട് വെക്കുന്ന സുപ്രധാന രേഖ CPIM PB അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. അടുത്ത ദശാബ്ദങ്ങളിൽ സുസ്ഥിരമായ വികസനം കൈവരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് രേഖയിലുള്ളത്. 20 ലക്ഷത്തോളം തൊഴിലുകൾ സൃഷ്ടിച്ച കേരളത്തിലെ ആളുകളുടെ ജീവിത നിലവാരം വികസിത രാജ്യത്തിലേതിന് തുല്യമാക്കി മാറ്റുന്ന സുപ്രധാന നിർദ്ദേശമാണ് രേഖയിലുള്ളത്. സുശക്തമായ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിനൊപ്പം സംരംഭകത്വ മേഖലയ്ക്ക് വലിയ തോതിലുള്ള പ്രോത്സാഹനം നൽകുന്ന നയപരിപാടികളും ഉണ്ടാകും. ഇതിലൂടെ വ്യവസായ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം സാധ്യമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതോടെ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിലെ നിർദ്ദേശങ്ങൾ നടപ്പിലായി തുടങ്ങും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഇതുവഴി കൊല്ലം സമ്മേളനത്തിന് കഴിയുമെന്നത് തീർച്ചയാണ്. CPIM എന്ന പ്രസ്ഥാനത്തിന് കൂടുതൽ ആഴത്തിലുള്ള സ്വാധീനം ഇതുവഴി ലഭ്യമാകും. നിലവിലുള്ളതുപോലെ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നമ്പർ 1 ആയി കേരളം ഇനിയും മുന്നോട്ട് പോകാൻ സഹായകരമാകുന്ന തീരുമാനങ്ങൾ കൂടി സംഘടനാപരമായ കാര്യങ്ങൾക്ക് പുറമെ കൊല്ലം സമ്മേളനത്തിൽ രൂപപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്ന കാര്യവും.